നമസ്കാരം. ഒരു രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതും മോതിരവിരലുമായി ബന്ധപ്പെട്ട്. ധനം എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു രഹസ്യം നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കുക. ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം ധനപരമായ മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വേറൊരാളിലേക്ക് ഈ ഒരു മാറ്റം വന്ന വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കരുത്. അവർ വേറൊരു രീതിയിൽ കണ്ടുപിടിച്ചുകൊള്ളും. ഈ വീഡിയോ ഒക്കെ കണ്ട് അവർ മനസ്സിലാക്കിക്കൊള്ളും. പക്ഷെ നിങ്ങളുടെ കൊണ്ട് ഈ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ഇത്രയും ധനം ലഭിച്ചു, അത് ഈ വഴിയിലാണ് ലഭിച്ചത് എന്ന ഒരു കാര്യം സീക്രട്ടായി തന്നെ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. മറ്റൊരു ആളുമായി പങ്കുവയ്ക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലം, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഫലങ്ങളൊക്കെയും കുറയുകയും ഫലം ലഭിക്കാതാവുകയും ചെയ്യും. ഒരു ഏഞ്ചൽ നമ്പറാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കൃത്യതയോടുകൂടി, ഭദ്രതയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അത് എപ്പോഴും ഉപയോഗിക്കുകയും വേണ്ട. എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങൾക്ക്, അതായത് ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അതേപോലെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ ഉപകരിക്കും. ആ കാര്യം പൂർത്തീകരിച്ച് വന്നതിന് ശേഷം ഈ നമ്പർ മായ്ച്ചു കളയുകയും വേണം. അല്ലാതെ എപ്പോഴും ഇത് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ അത് വഹിച്ചുകൊണ്ട് നടക്കുകയും പാടില്ല. അങ്ങനെ ചെയ്താൽ പിന്നീട് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്കും കുറവ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പവിത്രമായ രീതിയിൽ കൃത്യതയോടുകൂടി പരിപാലിച്ചാൽ ഇരട്ടി നേട്ടങ്ങൾ ലഭിക്കുമെന്നത്. അത് മറ്റാരുമായി പങ്കുവയ്ക്കാൻ പോകണ്ട. വേറെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സഹായം വേണമെങ്കിൽ അവർ വീഡിയോകൾ കണ്ട് അതിലൂടെ മനസ്സിലാക്കും. പക്ഷേ നിങ്ങളുടെ കൊണ്ട്, അതായത് നിങ്ങളുടെ കൊണ്ട് മറ്റൊരാളുടെ ആ ഒരു വഴി, നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്തുണ്ടായത് എന്ന മാർഗം ആർക്കും പറഞ്ഞു കൊടുക്കണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ മാർഗം, ഈ ഏഞ്ചൽ നമ്പർ എന്താണ് എന്നതുകൂടി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഈ മോതിരവിരലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരാം. മോതിരവിരലിന് മറ്റൊരു പേരുണ്ട്, ലക്ഷ്മി വിരൽ. ലക്ഷ്മി ദേവി ആരാണ്? സമ്പത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മോതിരവിരൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ട്. ഇനി പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ കൂടി എഴുതുകയാണെങ്കിൽ ഡബിൾ പവർ, ഇരട്ടി ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ മോതിരവിരലിലാണല്ലോ നമ്മൾ വിവാഹിതരായ ആളുകൾ മോതിരം ധരിക്കുന്നത്. അപ്പോൾ ഹൃദയവുമായി നേരിട്ട് അടുത്ത ബന്ധം കൂടിയുണ്ട് മോതിരവിരലിന്. 3 പ്രധാന കാര്യങ്ങളാണ്. ലക്ഷ്മി വിരലാണ്, ഹൃദയവുമായി ബന്ധമുണ്ട്, കൂടാതെ ഈ ഏഞ്ചൽ നമ്പർ കൂടി നമ്മൾ എഴുതുമ്പോൾ ഇരട്ടി പവർ, ഇരട്ടി ഭാഗ്യം, ഇരട്ടി നേട്ടം നിങ്ങൾക്ക് തേടിയെത്തുന്നതാണ്. എന്തെങ്കിലും, അതായത് ഒരു ലോട്ടറി എടുക്കാൻ പോകുന്നു, അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ നിങ്ങളുടെ കയ്യിൽ ഈ പറയാൻ പോകുന്ന നമ്പർ എഴുതി എന്നിട്ട് ചെന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞ് അത് വീട്ടിൽ വന്നുമ്പോൾ ഈ നമ്പർ മായ്ച്ചു കളയണം, അത് മറക്കണ്ട. അതിനുശേഷം ആ ലോട്ടറിയിൽ ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് അടിച്ചിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അത്രത്തോളം ഭാഗ്യദായകമായ ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഏത് ദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്നത് ആ മൂർത്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ നമ്പർ കയ്യിൽ എഴുതാൻ. അന്നേരം എനിക്ക് ഭാഗ്യം തരണം, ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് നേട്ടമുണ്ടാകണം, ഇവിടുന്ന് ഞാൻ കേട്ടു എങ്ങനെയോ ഞാൻ ചെയ്യുന്നു എന്നല്ല, ഞാൻ ശ്രമിച്ച ഈ കാര്യം, ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എനിക്ക് ഭാഗ്യദായകമായി മാറണേ എൻ്റെ ഭഗവാനെ എന്ന് ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്പർ എഴുതണം. അതും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നത് പറഞ്ഞു തരാം. നിങ്ങളുടെ ഇടതു കൈയുടെ മോതിരവിരലിൻ്റെ ഉൾഭാഗത്തായിട്ട്, അതായത് ഇടതു കൈയുടെ കൈപ്പത്തി എന്ന് പറയില്ലേ, അപ്പോൾ മോതിരവിരലിൻ്റെ ഉൾഭാഗത്തായിട്ട് 69 എന്ന മാജിക് നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. 69 ഇതൊരു മാജിക് സംഖ്യയാണ്, ഒരു ഏഞ്ചൽ സംഖ്യയാണ്. ഇതൊരു കവചമായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യത്തെ അട്രാക്റ്റ് ചെയ്തു തരും. അപ്പോൾ ലക്ഷ്മി വിരലാണ്, അപ്പോൾ അതിൻ്റെതായ നേട്ടമുണ്ടാകും, അതിൻ്റെതായ പവിത്രതയും ശുദ്ധതയും ഒക്കെ ഉണ്ട്. കൂടാതെ ഏഞ്ചൽ നമ്പറിൻ്റെ ഇരട്ടി ഫലം കൂടിയാകുമ്പോൾ നേട്ടങ്ങൾ ഇരട്ടിയാകും. അപ്പോൾ ഇനി ഇത് ഏത് മഷി വെച്ചാണ് എഴുതേണ്ടത് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നീലയോ പച്ചയോ, കറുപ്പ് ഉപയോഗിക്കേണ്ട. ഇത് രണ്ടും കിട്ടാതെ വരികയാണെങ്കിൽ കറുപ്പ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെങ്കിലും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് നീല
പച്ച എന്നീ നിറങ്ങളാണ്. അതിലും ഏറ്റവും പവർഫുള്ള് പച്ച തന്നെയാണ്. അപ്പോൾ പച്ച മാർക്കർ വെച്ച് എഴുതുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്കത് മായ്ക്കാനൊക്കെ സാധ്യമാകും. അപ്പോൾ നാളെ ഒരു ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നു, നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്ക് പോകുന്നു. ആ ഒരു സമയം ഉള്ളം കൈയിൽ ഇങ്ങനെ മോതിരവിരലിൽ തന്നെ അതായത് നമ്മൾ ഇടത് കൈ ഇങ്ങനെ തുറക്കുമ്പോൾ ആ മോതിരവിരലിൽ 69 എന്ന ഏഞ്ചൽ സംഖ്യ പേന കയ്യിലേക്ക്, ഒരു പച്ചമഷി പേന കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്കെല്ലാം നല്ലതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 69 എന്ന ഏഞ്ചൽ സംഖ്യ, ഏഞ്ചൽ നമ്പർ ആ വിരലിൽ നിങ്ങൾ എഴുതുക. പച്ചമഷിയാണ് ഏറ്റവും ഉത്തമം. പച്ചമഷി പേന വാങ്ങിക്കാനൊന്നും വളരെ വലിയ കാശൊന്നും ആവത്തില്ല. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആ പേന വാങ്ങിക്കാൻ എത്ര രൂപയാണോ നിങ്ങൾക്കാവുന്നത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ ലഭിക്കുന്നതാണ്. ലക്ഷ്മി വിരലിൽ ഇങ്ങനെ 69 എന്ന ഏഞ്ചൽ സംഖ്യ നിങ്ങൾ പച്ചമഷി പേന കൊണ്ട്, ഇന്ന ദിവസമെന്നോ ഇന്ന സമയമെന്നോ ഒന്നും ഇല്ല. അതായത് നിങ്ങൾ രാവിലെ ഇൻ്റർവ്യൂവിന് പോകുന്നു, രാത്രിയിലല്ലോ 10 മണിക്കല്ലേ ഇൻ്റർവ്യൂ, അപ്പോൾ 10 മണിക്ക് പോകാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇത് കയ്യിൽ എഴുതിയിരിക്കണം. എപ്പോഴും ഈ പ്രധാന കാര്യത്തിൽ നിങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ 5 മിനിറ്റ് മുൻപായിട്ട് വേണം ഈ സംഖ്യ നിങ്ങളുടെ കയ്യിൽ എഴുതാൻ, മോതിരവിരലിൽ ഉള്ളം കയ്യിൽ എഴുതുവാനായിട്ട്. എപ്പോഴും 5 മിനിറ്റ് മുന്നേ എഴുതിയിരിക്കണം. അതിനുശേഷം 5 മിനിറ്റ് വീട്ടിൽ ഇരുന്നതിന് ശേഷമേ വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങാനും പാടുള്ളൂ. അപ്പോൾ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇത് എണ്ണയോ സോപ്പോ ഉപയോഗിച്ച് നിങ്ങൾ മായ്ച്ചു കളയുകയും വേണം. അല്ലാതെ അറിയാതെ മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തവണ ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അഥവാ ലഭിച്ചാലും പൂർണ്ണ ഫലം ലഭിക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് ഈ സംഖ്യ 69 എന്ന സംഖ്യ എഴുതണം പച്ചമഷി വെച്ച്. കൂടാതെ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഇത് സോപ്പോ എണ്ണയോ ഉപയോഗിച്ച് കയ്യിൽ നിന്ന് മായ്ച്ചു കളയുകയും വേണം. പിന്നീടും എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതേപടി നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ഈ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അത് വാലായ്മ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിനെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള സമയം നിങ്ങൾ വൃത്തിയും ശുദ്ധിയുമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ നിൽക്കുന്നതും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് മുന്നേ ഈ കാര്യം എഴുതുക. എഴുതുന്ന സമയം എന്ത് വേണം? പ്രാർത്ഥിക്കുക. ഏത് ദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്ന ആ മൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതിൽ നിന്ന് എനിക്ക് ഫലം ഉണ്ടാക്കണം, ഞാൻ വെറുതെ ചെയ്യുകയല്ല, ഒരു ഫലത്തിനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ശരിയായ രീതിയിൽ ശരിയായ പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യുകയാണ്, ഇതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകണം, പിന്നീടും എപ്പോഴാണെങ്കിലും ഇതെനിക്ക് ഫലവത്തായി മാറണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ധനം കിട്ടും, നേട്ടം കിട്ടും, ഐശ്വര്യം കിട്ടും, ഭാഗ്യം കിട്ടും എന്നിവ സത്യമാണെന്നിരിക്കെ ഇത് നിങ്ങൾ മറ്റൊരാളോട് പറയാതിരിക്കുക. വീഡിയോയിലൂടെയൊക്കെ ആരെങ്കിലും കണ്ട് മനസ്സിലായിക്കൊള്ളട്ടെ. പക്ഷെ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളിത് പറഞ്ഞാൽ ഈ കിട്ടിയ ഫലങ്ങളൊക്കെ നഷ്ടമാകാനോ അല്ലെങ്കിൽ കുറയാനോ സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ എരിച്ചിടുന്ന കണ്ണേറ് കമ്പേറൊക്കെയുള്ള നാവിൽ ഗുളികൻ നിൽക്കുന്ന അല്ലെങ്കിൽ കരുനാക്കുള്ള ആളുകളൊക്കെയാണിത് അറിയുന്നതെങ്കിൽ അവർ പെട്ടെന്ന് അയ്യോ നിനക്ക് ആ മാറ്റം കിട്ടിയോ എന്നൊരു അയ്യോ എന്ന ആ ഒരു പദപ്രയോഗം അവിടെ നടത്തുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് മേൽ ഒരു കരിനിഴൽ വന്ന് പതിക്കും. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ വാ കൊണ്ട് മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തിക്കേണ്ട എന്ന് പറയുന്നത്. അയാൾ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അറിഞ്ഞുകൊള്ളും. നിങ്ങളുടെ വാ കൊണ്ട് മറ്റൊരാളിലേക്ക് ഇത് എത്തിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അവരെവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കൊള്ളട്ടെ. അത് നമ്മളുടെ വിഷയമല്ല. ഇത് നിങ്ങൾ പറയാൻ പോകണ്ട എന്നതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന വിഷയം. നിങ്ങൾ മറ്റൊരാളെ ഈ ഒരു സംഖ്യ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ നിൽക്കേണ്ട. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം കുറയാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെയാണ് അങ്ങനെ പറയുന്നത്. മറ്റുള്ളവർക്ക് ധനമൊക്കെ കൊടുത്ത് സഹായിക്കാം എങ്കിൽ പോലും ഈ ഒരു സംഖ്യ ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് എഴുതിയതിനു ശേഷമാണ് എനിക്ക് മാറ്റങ്ങളൊക്കെ വന്നത് എന്നതിനെക്കുറിച്ച് പറയാതിരിക്കുക എന്നതാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇന്ന സമയമെന്നോ ഇന്ന നേരമെന്നോ ഒന്നുമില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ലോട്ടറി എടുക്കുക, വെറുതെ ഇരിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നാളത്തെ സമയം മുതൽ. അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ കേൾക്കുന്ന ആ ഒരു നിമിഷം മുതൽ പ്രധാന പല കാര്യങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാം. വെറും ഒരു പരീക്ഷണമായിട്ടല്ല, ഇതിനെ പ്രാർത്ഥനയോടും ഇതിൽ നിന്ന് എനിക്ക് ഫലം കിട്ടണേ എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ഇതിന് ദുരുപയോഗം ചെയ്യാതെ ഫലപ്രാപ്തി ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒന്ന് ചെയ്തു നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട.